US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബ്ബാർഡ് രാജിവെച്ചു. ജൂൺ 30-ന് സേവനം അവസാനിപ്പിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് US പ്രസിഡന്റ് തുൾസി ഗബ്ബാർഡിന് കത്തയച്ചത്. തന്റെ ഭർത്താവിന് ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാജിക്കത്ത്. അതേസമയം വൈറ്റ് ഹൌസ് നിർദ്ദേശത്തിനെ തുടർന്നാണ് രാജിയെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. വിവരങ്ങൾ നൽകാനായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, വ്യക്തിപരമായ കാരണം തന്റെ ഭർത്താവിന് വയ്യാത്തതിനാലാണ് രാജിവെക്കുന്നതെന്നും എന്നാൽ അങ്ങനെയല്ല വൈറ്റ് ഹൗസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണെന്നും വ്യക്തമാവുന്നുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ? അഞ്ജന, തീർച്ചയായും തുൾസി ഗബ്ബാർഡിന്റെ രാജി ഗൗരവമേറിയ ചർച്ചയായിരിക്കുകയാണ്. നേരത്തെ നമ്മൾ അഞ്ജന സൂചിപ്പിച്ചതുപോലെ രാജിക്കത്ത് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അവർ പ്രസിഡന്റിന് അയച്ച രാജിക്കത്ത് കൃത്യമായി പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അതിൽ കൃത്യമായി അവർ പറയുന്നത് ചില വ്യക്തിപരമായ കാരണങ്ങൾ, നേരത്തെ അഞ്ജന സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അവരുടെ ഭർത്താവിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ക്യാൻസർ ബാധിതനാണ്. അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകേണ്ട ഒരു ആവശ്യമുള്ളതിനാൽ താൻ ജൂൺ 30 മുതൽ സ്ഥാനമൊഴിയുന്നു എന്ന് കൃത്യമായി വ്യക്തമാക്കിക്കൊണ്ടാണ് കത്ത് എഴുതിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വ്യക്തിപരമായ ഒരു കാരണങ്ങളാൽ രാജിവെക്കുന്നു എന്നാണ് ട്രംപ് ഒക്കെ പറയുന്നതെങ്കിൽ കൂടി മറ്റൊരു നിർണായകമായ വിവരം കൂടി പുറത്തു വരുന്നത്, ചില വിവരങ്ങൾ, ഇന്റലിജൻസ് വിവരങ്ങൾ പുറത്തുപോയി എന്നൊരു ആരോപണം നിലനിന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവരോട് രാജിവെക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. അത്തരത്തിൽ ഇവരുടെ രാജി ആവശ്യപ്പെടുകയായിരുന്നു വൈറ്റ് ഹൗസ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ഇവർ രാജിവെക്കുന്നു. 30-ാം തീയതി മുതൽ തൽസ്ഥാനത്തുണ്ടാവില്ലെന്ന് പ്രസിഡന്റും അറിയിക്കുന്നുണ്ട്. നിരവധി വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വൈറ്റ് ഹൗസിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ശരി ഐസൺ.